പക്ഷം ഇല്ല എന്നാണ് കെ സി വേണുഗോപാൽ പറയുന്നത്. സർക്കാർ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ തീരുമാനവും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന് അദ്ദേഹം പറയുന്നു. രമേശ് ചെന്നിത്തലയെ കാണുമെന്നും കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നുണ്ട്. സർക്കാരിലേക്കുണ്ട് എന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ കാണും എന്ന് വ്യക്തമാക്കുന്നത്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യവും സ്വാഭാവികമായി ഉള്ളതുമാണ്. മന്ത്രിസഭയുടെ ഘടന എങ്ങനെ, മന്ത്രിമാർ ആരെല്ലാമാകും, അക്കാര്യത്തിൽ കെ സി പക്ഷം ഏത് നിലയിൽ നിലപാട് സ്വീകരിക്കും എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ഇടയിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അദ്ദേഹം ലാൻഡ് ചെയ്തു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കെ പി സി പ്രസിഡന്റ് നേരിട്ട് വിമാനത്താവളത്തിലേക്ക് എത്തി. കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ മുഖ്യമന്ത്രി പദത്തിലേക്ക് കെ സി വേണുഗോപാലിനായിരുന്നു. ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിനെ സ്വീകരിക്കുന്നതിന് നേതൃത്വം നൽകി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. സണ്ണി ജോസഫ്, പി സി വിഷ്ണുനാഥ്, മാത്യു കുഴനാടൻ, ടി സിദ്ദിഖ്, പഴകുളം മധു, കെ ജയന്ത്, എം ലിജു, നാട്ടകം സുരേഷ്, പ്രവീൺ കുമാർ എന്നീ MLA-മാരാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഒപ്പം മുൻ മന്ത്രി VS ശിവകുമാർ ഉൾപ്പെടെ തിരുവനന്തപുരത്തെ നേതാക്കളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ദൃശ്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് കണ്ടത്. സുഗമമായി സർക്കാർ മുന്നോട്ട് പോകും, ഉചിതമായ തീരുമാനം പാർട്ടി തലത്തിൽ ഉണ്ടാകും മന്ത്രിസഭാ രൂപീകരണത്തിൽ എന്ന് അദ്ദേഹം പറയുന്നു. പാർട്ടി തീരുമാനമാണ് അന്തിമം എന്ന് പറയുമ്പോഴും മന്ത്രിസഭയിലേക്ക് ആരുടെയൊക്കെ പേര് നിർദ്ദേശിക്കും എന്നത് വളരെ പ്രധാനമാണ്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി നോക്കുമ്പോൾ ഇന്ദു, ഇപ്പോൾ കെ സി വളരെ ഹ്രസ്വമായ വാക്കുകളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. കെ സി തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുമ്പോൾ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലുള്ള ചർച്ചകൾക്കുള്ള തീരുമാനമാണ്? കെ പി സി അധ്യക്ഷൻ ഉൾപ്പെടെ നേരിട്ടെത്തിയാണല്ലോ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും. വിവരങ്ങൾ എന്താണ്? വലിയ സ്വീകരണമാണല്ലോ. ഇന്ദു, പ്രതീഷ്, വലിയ ഒരു സ്വീകരണമാണ് ഇവിടെ എയർപോർട്ടിൽ കെ സി വേണുഗോപാലിന് ലഭിച്ചിരിക്കുന്നതെന്ന് പറയാം. 10ഓളം MLA-മാരാണ് എത്തിയിരുന്നത്. കെ പി സി സി നേരിട്ടെത്തിയിരുന്നു. 10ഓളം MLA-മാർ അതുപോലെ തന്നെ സ്വീകരിക്കാനായി എത്തിയിരുന്നു. വലിയൊരു സ്വീകരണമാണ് കിട്ടിയിരിക്കുന്നത്. സണ്ണി ജോസഫിന്റെ പ്രതികരണമുണ്ടോ? അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും സ്വീകരിച്ചു. അദ്ദേഹം UDF-ന്റെ പുതിയ സർക്കാർ VD പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സംഘടനയുടെ മുന്നേറ്റത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കരുത്തുപോയി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണമാണ് കണ്ടത്. KPCC അധ്യക്ഷൻ നേരിട്ടെത്തിയാണ് കെ സി വേണുഗോപാലിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. കെ സി പക്ഷത്തിന് ഒപ്പമുള്ളവർ സ്വാഭാവികമായും വലിയ നിരാശയിലാണ്. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തും എന്ന് ഉറച്ച് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ കെ സി വേണുഗോപാൽ മാരത്തൺ ചർച്ചകൾക്ക് ഒടുവിൽ പിന്തള്ളപ്പെടുകയായിരുന്നു. PD സതീശന്റെ പേരിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയായിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സിയുമായി നടത്തിയ ചർച്ച അത് എത്ര നേരം നീണ്ടു എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. തിങ്കളാഴ്ച മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പോകുന്നു. ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തിരുവനന്തപുരത്തേക്ക് എത്തി. ഏത് നിലയിലായിരിക്കും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്നത് വളരെ പ്രധാനമായി മാറുന്നു. അതേസമയം